വ്യാമോഹങ്ങളിൽ മനസ്സ് മറന്നാൽ മഹാദുഃഖങ്ങൾ സഹിക്കേണ്ടി വരും. വ്യാമോഹം, മനസ്സ് മറക്കുകയാണ്, മഹാദുഃഖങ്ങൾ തേടി വരും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അത് ഒരാവശ്യവുമില്ലാത്ത കുറേ ആഗ്രഹങ്ങൾ, എന്തിനോടും ആഗ്രഹം, ആർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ വെറുതെ കുറേ ആഗ്രഹങ്ങളുമായിട്ട് ജീവിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹങ്ങൾ മനസ്സിൽ കുത്തി നിറച്ചാൽ, അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം മാത്രമായിരിക്കും അതിൻ്റെ ഫലമായി അനുഭവിക്കേണ്ടി വരിക. നമ്മൾ ആഗ്രഹിക്കാം, ആഗ്രഹങ്ങൾക്കൊരു പരിധിയുണ്ട്. ഇപ്പം ഉറുമ്പ് വിചാരിക്കുകയാണ് എനിക്ക് ആനയെ പൊക്കിക്കൊണ്ട് നടക്കണമെന്ന് വിചാരിച്ചാൽ അതൊരു വ്യാമോഹമല്ലേ, അല്ലേ? വെറുതെ ഒരു ആഗ്രഹം, അത് നടക്കുന്ന കാര്യമല്ല, അല്ലേ? അപ്പോൾ അതുപോലെ നമ്മളിൽ ആവശ്യമില്ലാത്ത മോഹങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പാടില്ല. നമുക്ക് നേടാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. അതിനപ്പുറത്തേക്കായിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ 3 നില വീട് വെച്ചു, അതുകൊണ്ട് എനിക്ക് 4 നില വീട് വെക്കണം എന്നൊരു കൃഷിപ്പണിക്കാരൻ, അല്ലെങ്കിൽ ഒരു മാസം ഒരു 10,000 രൂപ മാത്രം ശമ്പളം കിട്ടുന്ന വീട്ടിലെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അതേപോലെ 4 നില വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യേണ്ടി വരും? കഷ്ടപ്പെടേണ്ടി വരും, അല്ലേ? അയാളുടെ ജോലിക്കനുസരിച്ച് അയാൾ ചെയ്യുന്നു, ഇദ്ദേഹത്തിൻ്റെ ജോലിക്കനുസരിച്ച് വേണം ഇദ്ദേഹം ചെയ്യാൻ, അല്ലേ? കഷ്ടപ്പെടാൻ ശ്രമിക്കാം, പക്ഷേ അതേപോലെ എന്നുള്ള രീതിയിൽ അമിതമായ ആ ഒറ്റൊരു ആഗ്രഹം വെച്ചുകൊണ്ട് ചെയ്താൽ പലപ്പോഴും വീട്ടിലെ കാര്യങ്ങൾ നടക്കാതെ വരും, ചിലപ്പോൾ കടം വാങ്ങിച്ച് ചെയ്യേണ്ടി വരും, അല്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, ദുഃഖം മാത്രമായിരിക്കും. പക്ഷെ നേരെ തിരിച്ച് ചിന്തിക്കുകയാണ്, എനിക്ക് അപ്പുറത്ത് എത്ര നില വെച്ചാലും എൻ്റെ വരുമാനം ഇതാണ്, എനിക്ക് എൻ്റെ കുടുംബത്തിനെ നോക്കണം, കാര്യങ്ങളെല്ലാം ചെയ്യണം, എനിക്ക് ഇത്ര വരുമാനമുള്ളൂ, അതുകൊണ്ട് എനിക്ക് നല്ല ചെറിയൊരു ഭംഗിയുള്ള വീട് വയ്ക്കണം എന്ന് കരുതിയാൽ സമ്മതിച്ചു, അല്ലേ? അപ്പോൾ അവരവർക്ക് എന്താണ് പറ്റുന്നത് അതനുസരിച്ച് ചെയ്യാം. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ ഉള്ള കാര്യമാണ്. അപ്പം നമുക്ക് മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം വേണ്ടതാണ്. വ്യാമോഹങ്ങൾ, തെറ്റായിട്ടുള്ള വെറുതെ ആകുന്ന അങ്ങനെയുള്ള ആഗ്രഹങ്ങളിലൊക്കെ മനസ്സങ്ങ് മതിമറക്കുകയാണ്, സ്വയം മറന്ന് ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകും. അതെല്ലാം നമ്മൾ സഹിക്കേണ്ടി വരും. പലപ്പോഴും കണ്ടിട്ടില്ലേ, എല്ലാവരും ഇപ്പം വീട് വെക്കും, വലിയ വീടൊക്കെ വയ്ക്കും, എന്നിട്ട് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മോഡലൊക്കെ നെറ്റിൽ നോക്കി എടുക്കുന്നു, അതിനനുസരിച്ച് ഫർണിഷ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാവരെയും വിളിച്ച് ഭയങ്കര ആഘോഷമായിട്ടെല്ലാം പാല് കാച്ചൽ ചടങ്ങെല്ലാം നടത്തും. പക്ഷേ ഒരു 2-3 മാസം കഴിയുമ്പോൾ ഈ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തത്, അവർക്കൊക്കെ തിരിച്ചു കൊടുക്കണമെന്നുള്ള ഇത് വരും. അപ്പം കടക്കാർ വീട്ടിൽ വരാൻ തുടങ്ങും. അപ്പം വീട്ടിലുള്ളവർക്ക് സമാധാനമില്ല. വലിയൊരു വീട് വെച്ചിട്ട് അതിനകത്ത് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും? കടക്കാർക്ക് കാശ് കൊടുക്കണ്ടേ? പിന്നെ അവസാനം നിൽക്കക്കള്ളി ഇല്ലാതെ വേണമെങ്കിൽ ഈ വീട് വിൽക്കാമെന്ന് തീരുമാനിക്കും, പുതിയ വീട്. അങ്ങനെ വിറ്റിട്ട് വീണ്ടും വാടക വീട്ടിൽ പോകുന്നവരുണ്ട്, ഇല്ലേ? അപ്പം നമുക്ക് പറ്റുന്നത് അതിനനുസരിച്ച് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത് നമുക്കതിനുള്ള ഒരു ത്രാണി അല്ലെങ്കിൽ ഒരു കഴിവൊക്കെ ഉണ്ടാവണം. അല്ല മറ്റുള്ളവരും ജീവിക്കുന്ന പോലെ അതുപോലെ വേണം എന്ന് വെച്ചാൽ പലപ്പോഴും നടക്കില്ല. അത് നമുക്ക് ദുഃഖങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ. ശരിയല്ലേ?